ഹലോ, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുക്കുംബർ കൊണ്ടൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന ജലാംശവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള ഇലക്ട്രോലൈറ്റുകളും ഒക്കെ നമുക്ക് ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കുക്കുംബർ. ഇത് വെറുതെ കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസായിട്ട് കഴിക്കാം കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ എടുക്കുക, അതേപോലെ തന്നെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് അതിൻ്റെ ഗുണം കിട്ടുക. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, തലവേദന, ക്ഷീണം എന്നിവയൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ്. അതുപോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അസിഡിറ്റി മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു ആൽക്കലൈൻ ഡ്രിങ്കാണ് നമ്മുടെ കുക്കുംബർ കൊണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ജ്യൂസ് കേട്ടോ. പൊട്ടാസ്യവും മാഗ്നീഷ്യവും ഒക്കെ നമ്മുടെ ശരീരത്തിന്, പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ ധാരാളം നമുക്ക് ലഭിക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ കുക്കുംബർ. നാരുകൾ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ മലബന്ധം തടയാനായിട്ട് നല്ലതാണ്. ശരീരഭാരം നിയന്ത്രിക്കാൻ നല്ലൊരു ജ്യൂസാണ്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദമൊക്കെ നോർമലായിട്ട് കൊണ്ടുപോകാനായിട്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഞാനൊരു പകുതി കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ തൊലിയൊക്കെ ചെത്തിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കുംബർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജ്യൂസറിലാണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അടിക്കുന്നതാണ് ഗുണം കൂടുതൽ കിട്ടാനായിട്ട് നല്ലത്. നമ്മുടെ ഈ കുക്കുംബർ ജ്യൂസിൻ്റെ ഞാൻ ഇതുവരെ പറയാതിരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, ഹോർമോൺ ലെവലൊക്കെ കറക്റ്റ് ആവാനായിട്ട് നല്ലതാണ്. PCOD പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് കുക്കുംബർ ജ്യൂസ് പതിവായിട്ട് ഡെയിലി തന്നെ കുടിക്കാനാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ. ദഹന പ്രശ്നങ്ങളുള്ളവർ അരിക്കാതെ തന്നെ ജ്യൂസ് കുടിക്കുക. അരിച്ച് കുടിക്കുന്നതാണ് കുറച്ചുകൂടി കുടിക്കാൻ എളുപ്പം കേട്ടോ. പിന്നെ കുക്കുംബർ ജ്യൂസിന് ഈ പറഞ്ഞ പോലെ വലിയ രുചിയുള്ള ജ്യൂസൊന്നുമല്ല. അപ്പോൾ കുറച്ചുകൂടി രുചിയും അതേപോലെ തന്നെ ഗുണത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് കുക്കുംബർ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ കുക്കുംബറും അതേപോലെ തന്നെ പൈനാപ്പിളും ചേർത്തിട്ടുണ്ടാക്കി നോക്കുക. ഒരു ദിവസം അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇപ്പോൾ മുടി കൊഴിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ, അതേപോലെ മുടി വളരുന്നില്ല, അത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് നമുക്ക് ഒരു നെല്ലിക്ക കൂടി ചേർത്തിട്ട് കുക്കുംബർ ജ്യൂസ് തയ്യാറാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ആപ്പിൾ ചേർത്തിട്ട്, ആപ്പിളും കുക്കുംബറും ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാം, അതും നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ തയ്യാറാക്കാൻ പറ്റുക, രക്തക്കുറവുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ നിറം വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം കൂടി ചേർത്തിട്ട് കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കാം. BP ഉള്ളവർക്ക് നമുക്ക് നെല്ലിക്ക ചേർത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസിന് നമുക്ക് എങ്ങനെയൊക്കെ കുടിക്കാമെന്നുള്ളത്. രാവിലെ നമുക്ക് വെറും വയറ്റിൽ കുടിക്കാം. അതേപോലെ തന്നെ വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ വയർ ഒഴിഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിൽ കുടിക്കുന്നതാണ് നമുക്ക് നല്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കിതിൽ ഏത് ജ്യൂസാണ് കുടിക്കാൻ ഇഷ്ടം എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.